വിളക്കുകൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. മത്തായി 5:15. സ്നേഹമുള്ളവരെ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് നേപ്പാളിലെ നാരായൺഘട്ട്, ചിത്തവൻ ജില്ലയിലെ നാരായൺഘട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ ആശ്രമത്തിൻ്റെ മുൻപിലാണ് ആയിരിക്കുന്നത്. ഇത് CST വൈദികരുടെ ഒരു സ്ഥാപനമാണ്. ഇന്ന് എന്നോടൊപ്പം ആലുവ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിലെ 27 വൈദിക വിദ്യാർത്ഥികളും അവരുടെ കൂടെ അവരെ പരിശീലിപ്പിക്കുന്ന 2 വൈദികരും ഉണ്ട്. ഇവർ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് നേപ്പാളിലെത്തിയിരിക്കുകയാണ്. വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും തത്വശാസ്ത്ര പഠനകാലത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് വിവിധങ്ങളായിട്ടുള്ള മതങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത്. ഈ അറിവ് സമ്പാദിക്കുവാനായിട്ട് പലപ്പോഴും പുസ്തകങ്ങളിൽ നോക്കി പഠിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ സെമിനാറുകളിലുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യം സെമിനാറുകളിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ചുവട് കൂടി മാറ്റിവെച്ച് ഈ ജനത്തിൻ്റെ അല്ലെങ്കിൽ ആ മതവിശ്വാസം ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ വന്നിട്ട് അവരെക്കുറിച്ച് അറിയാനും അവരെ അനുഭവിക്കാനും അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഈ 27 തത്വശാസ്ത്ര വൈദിക വിദ്യാർത്ഥികൾ ഈ നേപ്പാളിൽ നാരായൺഘട്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവുകയാണ്. ഇവിടുന്ന് യാത്ര ചെയ്യുന്നത്, ആദ്യം പോകുന്നത് ഈ നാരായൺഘട്ടിലുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലാണ്. ശ്രീബുദ്ധനെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രീബുദ്ധൻ്റെ പഠനങ്ങളെക്കുറിച്ചും ബുദ്ധിസ്റ്റ് ഫിലോസഫി, അതുപോലെ തന്നെ ചരിത്രം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ അവിടെ ഉള്ള ഗുരുക്കന്മാർ ഇവർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അതിനുശേഷം ഞങ്ങൾ പോകുന്നത് ദേവഘട്ട് എന്ന് പറയുന്ന ഇവിടുത്തെ ഹൈന്ദവ വളരെ പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിം സെൻ്ററാണ്. ഒത്തിരിയേറെ ആളുകൾ ഇവിടെ വന്ന് പോകാറുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഇന്ന് അവർ കാണാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ അവിടെ വേണി സംഘം എന്ന് പറയുന്ന 9 നദികൾ ഒന്നിച്ചു ചേരുന്ന ഒരു സംഘമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഗുരുകുലം, ഒരു 4 ഗുരുകുലങ്ങൾ ഈ ദേവഘട്ടിലുണ്ട്. നമുക്കറിയാം, ഹൈന്ദവരുടെ പൗരോഹിത്യം അത് പഠിക്കുന്ന നമ്മൾക്കുള്ളതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിൽ അല്ലെങ്കിൽ മറ്റു മതങ്ങളിലുള്ളതുപോലെ തന്നെ പൗരോഹിത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കേന്ദ്രം, അങ്ങനെ 4 ഗുരുകുലങ്ങൾ ഈ സ്ഥലത്തുണ്ട്. നമ്മുടെ സെമിനാരിക്കാർക്ക്, വൈദിക വിദ്യാർത്ഥികൾക്കുള്ളതുപോലെ തന്നെ വളരെ ചിട്ടയായ ടൈം ടേബിള്, പ്രഭാതത്തിൽ 4 മണിക്ക് ഉണർന്ന് രാത്രി 10 മണി വരെയുള്ള ചിട്ടയായ ഒരു ടൈം ടേബിള് ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ അവബോധം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. എന്തിനാണ് വിവിധങ്ങളായിട്ടുള്ള മതങ്ങളെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നമ്മൾ അനുധാവനം ചെയ്യുന്ന ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് പാവപ്പെട്ടവരായിട്ടുള്ള, നിർധനരായിട്ടുള്ള, രോഗികളായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരാണ്. ഈ ഒരു മനോഭാവം, ഈ ഒരു ക്രിസ്തുവിൻ്റെ ആ മുഴുവൻ ഭാവങ്ങളും ആവാഹിക്കണമെങ്കിൽ ഈ ജനങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ സമ്പാദിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ക്രിസ്തു ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. യഹൂദനെന്നോ വിജാതീയനെന്നോ ഒരു രീതിയിലും ക്രിസ്തു ആരെയും ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. പഠിപ്പുള്ളവനെന്നോ പഠിപ്പില്ലാത്തവനെന്നോ അല്ലെങ്കിൽ ധനികനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെയുള്ള വേർതിരിവുകളൊന്നുമില്ലാതെ വേലിക്കെട്ടുകളെയൊക്കെ അതിലംഘിക്കുന്ന ഒരു ആത്മീയതയാണ് ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരുന്നത്. ആ ഒരു ആത്മീയതയിലേക്ക് നമ്മൾ ഉണരണമെങ്കിൽ ഇങ്ങനെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ മനോവികാരങ്ങളെക്കുറിച്ച്, അവരുടെ ജീവിത ബോധ്യങ്ങളെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ചൊക്കെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള അറിവ് നമുക്ക് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഈ സഹോദരന്മാരുടെ ഈ വരവ് എന്ന് പറയുന്നത്
ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫിലോസഫിയിൽ കഴിഞ്ഞ 4 വർഷം പഠിപ്പിക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഈ ഒരു മാസത്തെ അനുഭവം എന്ന് പറയുന്നത് ഒരു പുരുഷാർത്ഥം മുഴുവനും നമ്മൾ പുസ്തകങ്ങളിൽ പഠിച്ചാൽ കിട്ടുകയില്ലാത്ത അനുഭവം സമ്പാദിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഞങ്ങളുടെ പരിശീലകർക്കുള്ളതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ വൈദിക വിദ്യാർത്ഥികളെ ഇത്രയും ദൂരത്ത് കൊണ്ടുവന്ന് ഇവരെ പഠിപ്പിക്കാനായിട്ട് ഇവർക്ക് ആ ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പ് ഞങ്ങളുടെ വൈദികർ അല്ലെങ്കിൽ പരിശീലകർ അധികാരികൾ ഇതിനു വേണ്ടിയിട്ട് സംവിധാനം ചെയ്തത്. അപ്പം ആദ്യമായി തന്നെ ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വൈദിക വിദ്യാർത്ഥികളെ ഓർക്കുക. കാരണം ഇത് മതത്തെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് പോകുന്നത്. അത് ക്രിസ്തു വിശ്വാസത്തെ കൂടുതൽ വളർത്താനായിട്ട്, കൂടുതൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് ഇത് നമ്മെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇത് അകറ്റുകയല്ല ചെയ്യുന്നത്. ഇത് കൂടുതൽ ക്രിസ്തുവിലേക്ക് അടുക്കാനായിട്ട് ക്രിസ്തു ഏത് മനോഭാവത്തോടു കൂടി മറ്റുള്ള ആളുകളെ ഉൾക്കൊണ്ടോ അതേ മനോഭാവത്തോടു കൂടെ സ്നേഹത്തോടും ആർദ്രതയോടും കരുണയോടും കൂടെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനോഭാവം ആർജിച്ചെടുക്കാനായിട്ട് ഈ വൈദിക വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പ്രാപ്തമാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഇവർക്ക് ഓരോരുത്തർക്കും അതിനുള്ള ആശംസകൾ നേരുകയും ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ഈ വൈദിക വിദ്യാർത്ഥികൾ വൈദികരായിട്ട് വന്ന് ജനത്തിന് ഉപകാരമുള്ള, മറ്റുള്ളവൻ്റെ വേദന അറിയുന്ന, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റുന്ന നല്ല വൈദികരായിട്ട് തീരാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വൈദിക വിദ്യാർത്ഥികളെ കൂടി ഓർക്കുക. നാരായൺഘട്ടിനടുത്തുള്ള ഒരു ബുദ്ധക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന ഗുരു ഞങ്ങളോട് കുറച്ചു സമയം സംസാരിച്ചു. चंद्रमान जी हैं, वो सामने यहाँ है. मैं आप लोगों को ये परिचय कराया. इसके बाद में मैं थोड़ी बात आप लोगों से यही कहना चाहता हूँ. आप लोग 2 से आए हुए हैं. भारत भूमि ऐसी भूमि है, धार्मिक भूमि है, बहुत धार्मिक भूमि है. हम बार बार नमन करते हैं भारत को कि भारत भूमि से धर्म की चेतना बहुत आगे गई हुई है. മറ്റു മതങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുന്നതിനാണ് ഈ ഒരു കൂടിക്കാഴ്ച. पहले तो हमको ढंग नहीं था, हम तो संप्रदायवादी रहे. संप्रदायवादी में हम लोग ऐसे करते रहे, मालूम भी नहीं हुआ. लोग पूछते थे हम लोग से, तुम कौन से धर्म मानते हो? तो हमने कहना शुरू किया बौद्ध धर्म. किसी ने कहा हिंदू धर्म, किसी ने कहा जैन धर्म, किसी ने कहा. നേപ്പാളിലെ ബുദ്ധമതത്തെക്കുറിച്ചും ബുദ്ധമതത്തിലെ ധർമ്മങ്ങളുമൊക്കെയാണ് പ്രധാനമായും ഇവിടെ സംസാര വിഷയമായി വന്നത്. वास्तव में संप्रदाय है, लेकिन धर्म है. धर्म सबको एक तरह की धर्म का जो विचार है, धर्म का जो भावना है, वो सबके ऊपर एक जैसा होता है. जैसे माने सूरज का जो उदय होता है, तो सूरज का उदय होता है तो सूरज किसी को पक्षपात नहीं करता. वो उसका जो रोशनी है सबको समान रूप में ऐसे करते हैं, ऐसे होता है. इसी में भी धर्म ऐसे ही होता है. हम लोग ऐसे मानने लग गए. CST സഭയുടെ നേപ്പാളിലെ മിഷൻ ഡയറക്ടറായ റോബി അച്ഛൻ സെമിനാരി വിദ്യാർത്ഥികൾക്കായി ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. और ये लुम्बिनी से 22 किलोमीटर पश्चिम में
1 മണിക്കൂറോളം നീണ്ട ആ സംഭാഷണം മറ്റൊരു മതത്തിന്റെ നന്മകളെ അടുത്തറിയുന്നതിന് ബ്രദേഴ്സിന് ഏറെ സഹായം ചെയ്തു. वहाँ पूरा बहुत कुछ खंडहर मिलेगा आपको, अभी भी दिखाई देंगे. इसीलिए तो उन्होंने क्या सिखाया, ये हमारे चित्त की जो चेतना है उसको निर्मल करना सिखाया. बुद्ध ने यही काम किया. बताना चाहता हूँ कि आप अपना अमूल्य समय छोड़कर आपको 1 और 2 घंटे का ये टॉक दे दिया और आप बुद्ध मत का अमूल्यता और विशेषता ने हमको बताया और പകർന്നു തന്ന അറിവുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും ബുദ്ധക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി. स्वागत के लिए हम लोग आपको धन्यवाद देता हूँ. सबको मेरा नमस्कार है. आप लोग भारत के എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദക്ഷിണേന്ത്യയിൽ നിന്നും വന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും सबको ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിപാസനയുടെ ഒരു പരിശീലകനാണ്. मैं विपश्यना मेडिटेशन का टीचर हूँ. मैंने पहले भी बताया है कि यीशु क्रिस्ट कैसे थे. वो इतने दयालु थे, इतना कारुणिक थे और इतना मैत्रीपूर्ण थे. वो जैसे माने आप लोगों ने നമ്മൾ വായിച്ചിട്ടുള്ളതുപോലെ बाइबल में യേശുക്രിസ്തു ധ്യാനത്തിൻ്റെ ഒരു ഗുരുവാണ്. और मैत्री സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു മൂർത്തിഭാവമാണ്. देखिए യേശുക്രിസ്തുവിനെ जोड़ से ക്രൂരരായ മനുഷ്യർ ക്രൂശിൽ തറച്ചു കൊന്നു. तो भी എന്നിരുന്നാലും देखिए കുരിശിൽ തറച്ചവർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു. देखिए उनके അവരോട് ദയയും കരുണയും സ്നേഹവും അവൻ പ്രകടിപ്പിച്ചു. भाव वो कहते എന്നെ ക്രൂശിച്ചവർക്ക് ശിക്ഷ കിട്ടരുതേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. परिणाम भोगना न पड़े, ऐसा ऐसा कहने वाले पुरुष मैं तो कहता हूँ ഇങ്ങനെ പ്രാർത്ഥിച്ച യേശുക്രിസ്തു ഒരു വിശുദ്ധനാണ്. संत ही नहीं എന്നാൽ എനിക്ക് തോന്നുന്നു मैं ऐसे വിശുദ്ധരിൽ വിശുദ്ധരായവർക്ക് മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കൂ. നമ്മളെല്ലാവരും ശാന്തിയിലും സമാധാനത്തിലുമാണ് ജീവിക്കേണ്ടതും നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നതും. निर्मल करने में लग जाएं. ഈ ലോകത്തിൽ ഭിന്നതകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. कहना ഇതൊരു ജീവിത രീതിയായി മാറിയിരിക്കുന്നു. चाहती हैं, ഇതിലെല്ലാവരും ദുഃഖിതരാണ്. लेकिन विमुद्रा से ഈ ദുഃഖത്തിൽ നിന്നും വിമുക്തരാകാൻ നമ്മൾ ശ്രമിക്കണം. ये तो विपश्यना में सिखाया जाता है. इसीलिए आप लोगों को सब आदमी भाई बहनों को इसमें लग जाएं और अपने जो संत पुरुष हैं उनके प्रति भी समता भाव रखें, माया के भाव से देखें और आगे बढ़ने की चेष्टा करें और धर्म को उजागर करते जाएं. यही है धर्म. तो वास्तव में कहें तो संप्रदाय नहीं होता. धर्म सिखाया എല്ലാവരും ദുഃഖിതരാണ്. എന്നാൽ ആ ദുഃഖത്തിൽ നിന്നും വിമുക്തരാകാൻ നാം വിശുദ്ധർ പറഞ്ഞു വെച്ച വഴിയിലൂടെ ജീവിക്കണം. ये सलाह और सुझाव देना चाहता हूँ. आगे बढ़ें. എല്ലാവരും സന്തോഷത്തോടും സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കണം എന്ന് धन्यवाद देता हूँ. ഞാൻ ആഗ്രഹിക്കുന്നു. यही അതിനായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ആൽബർട്ട് മാത്യു. ഞാൻ ലിറ്റിൽ ഫ്ലവർ മേജർ സെമിനാരിയിലെ 3ാം വർഷ തത്വശാസ്ത്ര വിദ്യാർത്ഥിയാണ്. എൻ്റെ സന്യാസ പൗരോഹിത്യ ജീവിതത്തിലെ ഈ തത്വശാസ്ത്ര പഠനത്തിനിടയിലെ ഏറ്റവും വലിയൊരു സുന്ദരമായ നിമിഷമാണ്
ഈ ബുദ്ധയുടെ ഈ ടെമ്പിളിൽ വിസിറ്റ് ചെയ്യാൻ കിട്ടിയ ഈ അവസരമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബുദ്ധൻ്റെ ചിന്തകളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുവാനും അതിനെ മനസ്സിലാക്കുമ്പോൾ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുവാനും എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുവാനും എനിക്ക് സാധിക്കും. അതിനെനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു നിമിഷമാണ് ഈ നേപ്പാളിലെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ എല്ലാ മതങ്ങളിലും ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ എപ്രകാരം അതിനെ ശാന്തമാക്കിയെടുക്കാം എന്ന ചിന്തകളെയാണ് എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്നത്. ഇതിനെ പുൽകുവാനായിട്ട് എനിക്ക് അത്യധികം സാധിച്ചു. ഇതിന് അവസരം നൽകി എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ സന്യാസത്തിൻ്റെ ഇവരുടെ അധിപനെയും പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ പൗരോഹിത്യ അല്ലെങ്കിൽ സന്യാസ വിളിയിൽ എനിക്ക് ലഭിച്ച ഈ അനുഭവങ്ങൾ ഒത്തിരിയധികം എൻ്റെ പൗരോഹിത്യ വിളിയെ ശക്തിപ്പെടുത്തുകയും അതുപോലെ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യും. ഇതിന് അവസരം ലഭിച്ചതിൽ ഞാൻ ഒത്തിരിയധികം സന്തോഷിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നാരായൺഗഡിന് തൊട്ടടുത്തുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ മുമ്പിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഏകദേശം 27 വൈദിക വിദ്യാർത്ഥികളും 3-4 അച്ഛന്മാരും കൂടെയുണ്ട്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ ബുദ്ധിസ്റ്റ് റിലീജിയനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ വൈദിക വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് 3-ാം വർഷ തത്വശാസ്ത്ര വൈദിക വിദ്യാർത്ഥികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെല്ലാവരും കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത്, ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നത് പല മതങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ പരിശീലനത്തിൻ്റെ ഭാഗമാണ് വിവിധങ്ങളായിട്ടുള്ള മതങ്ങളെക്കുറിച്ച് പഠിക്കുക, അവരെ ബഹുമാനിക്കാനായിട്ട് പഠിക്കുക, അതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ വൈദിക പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഹോദരന്മാർ ഈ നേപ്പാളിൻ്റെ ഈ പ്രദേശത്ത് എത്തിയിരിക്കുക. അവർ ഏകദേശം 1 മാസത്തെ പ്രോഗ്രാമാണ്. ഈ ദിവസങ്ങളിൽ പല മതങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ മുമ്പിൽ. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു ഷോള് ഇതിവരെ വന്ന് ഞങ്ങളെ സ്വീകരിക്കുന്ന ഇവരുടെ ഒരു ബഹുമാനം കാണിക്കുന്ന ഒരു ആചാര രീതിയാണ് ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് വളരെ ഹാർദമായിട്ടുള്ള ഒരു സ്വാഗതം ഞങ്ങൾക്കിവിടെ ലഭിച്ചു. ഇവിടുന്ന് ഞങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഇവരുടെ ഒരു ഗുരു ഞങ്ങൾക്ക് വേണ്ടി ഏകദേശം 1-1.5 മണിക്കൂറോളം ക്ലാസ് എടുത്തു. ബുദ്ധമതത്തെക്കുറിച്ച്, അവരുടെ ആചാരങ്ങളെക്കുറിച്ച്, അവരുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് കാണിച്ച് ഇവർക്ക് ഈ സഹോദരന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇവർ പ്രത്യേകം താല്പര്യം കാണിച്ചു. ഈ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലന കാലഘട്ടത്തിൽ കാര്യങ്ങളെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കി അനുഭവിച്ച് അറിഞ്ഞ് അത് ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ മറ്റുള്ളവരെ എന്തുമാത്രം ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുമോ, അതൊക്കെ ആ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പരിശീലന കാലഘട്ടത്തെ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തെ ഒരുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പരിശീലനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വൈദിക പരിശീലനം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തെ ഒരു പരിശീലനമൊന്നുമല്ല. നീണ്ട 12-13 വർഷക്കാലത്തെ പരിശീലനത്തിനിടയിൽ നമുക്ക് ഏതെല്ലാം മതങ്ങളെക്കുറിച്ച്, ഏതെല്ലാം സംസ്കാരങ്ങളെക്കുറിച്ച്, ഏതെല്ലാം ഭാഷകളെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള വലിയ അവസരം നമ്മുടെ സഭ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് സഹോദരന്മാരുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഹോദരന്മാർക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ താമസം, ഇവിടുത്തെ ജീവിതമൊക്കെ വലിയൊരു അനുഭവമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ല വൈദികരായി, എല്ലാവരെയും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, സമ്പന്നരായിട്ട് മറ്റുള്ളവർക്ക് നല്ല പ്രചോദനം കൊടുക്കുന്ന നല്ല വൈദികരായിട്ട് മാറാനായിട്ട് ഇവർക്കെല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. നാരായണിപ്പുഴയുടെ തീരത്തുള്ള ഏതാനും ഹൈന്ദവ മത പാഠശാലകൾ സന്ദർശിക്കുന്നതിനാണ് ഇനി ഞങ്ങൾ പോകുന്നത്. വലിയൊരു തൂക്കുപാലം കടന്നു വേണം അക്കരെ എത്താൻ.
പാലത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പുഴയുടെ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക യാത്രാ സൗകര്യം ഈ തൂക്കുപാലം മാത്രമാണ്. കേരളത്തിൽ നിന്നും വന്ന ഞങ്ങളെ കണ്ടപ്പോൾ ദേവകെട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞു വരുന്ന രണ്ട് സന്യാസിമാർ ഈ പുഴയെക്കുറിച്ചും ഈ പുഴയിൽ മാത്രം കണ്ടുവരുന്ന സാലിഗ്രം എന്ന ശിലയെക്കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. We can get Saligram Shila over there. That is the only one river among the worlds. Okay. Where we can get Saligram. After then, it becomes as the name of Narayani. Before then, here it is known as Krishna Gandaki River. Krishna Gandaki. Yeah. Okay. Have you understand? Okay. Thank you. Thank you. പാലത്തിലൂടെ വീണ്ടും നടക്കുമ്പോൾ അതാ സുന്ദരമായ ഒരു കാഴ്ച. അങ്ങേയറ്റത്തെ ഉരുക്കുവടത്തിൽ പിടിച്ച് ഒരു അഭ്യാസിയെ പോലെ ഇരിക്കുന്ന 1-2 കുരങ്ങന്മാർ. അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ നോക്കി ഒത്തിരി നേരം ഞങ്ങൾ അങ്ങനെ തന്നെ നിന്നു. പാലത്തിലൂടെ വീണ്ടും നടന്ന് ഒത്തിരി പടിക്കെട്ടുകൾ കയറി ദേവകെട്ടിലെ ഒരു ഹൈന്ദവ പഠനശാലയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. കുറച്ചു സമയം അവരുടെ ഗുരുക്കന്മാരുമായി ബ്രദേഴ്സ് ആശയവിനിമയം നടത്തി. അവിടെ നിന്നും ഞങ്ങൾ പുഴയിലേക്ക് നടന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഒത്തിരി തീർത്ഥാടകർ വന്നെത്തുന്ന ഇടങ്ങൾ കൂടിയാണ് ഈ ദേവകെട്ട് പരിസരം. നടന്ന് ഞങ്ങൾ നാരായണി പുഴയുടെ അടുത്തെത്തി. ഈ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴ പുഴയ്ക്ക് ഒരു രൗദ്രഭാവം നൽകുന്നുണ്ട്. ഇവിടെ നിന്നും തിരിച്ച് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. ഇന്നേ ദിവസം കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ദൈവസ്തുതികൾ ആലപിച്ചു. ഇന്നേ ദിവസം അവസാനിക്കുന്നത് നേപ്പാളിലെ നാരായൺഘട്ടിലെ യൂത്ത് ടീമുമായി ബ്രദേഴ്സ് ഒരു ബാസ്കറ്റ്ബോൾ ഗെയിം കളിച്ചുകൊണ്ടാണ്. രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള യുവാക്കൾ വീറും വാശിയും കാണിച്ച് ഒരു മത്സരത്തിനിറങ്ങുകയും ഒടുവിൽ തുല്യ സ്കോറിൽ മത്സരം അവസാനിക്കുകയും ചെയ്തു. ഇന്നേ ദിവസം നേപ്പാളിലെ മതങ്ങളെ, സംസ്കാരങ്ങളെ, കലകളെ, കായിക മത്സരങ്ങളെ എല്ലാം അടുത്തറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിലെ 3-ാം വർഷ തത്വശാസ്ത്ര വിദ്യാർത്ഥികളോടൊപ്പം കോണ്ടസ്റ്റൽ ഫിലോസഫി ചെയ്യുന്ന ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷകരമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രവും അതിനുശേഷം ദേവഘട്ട് എന്ന സ്ഥലവും ഞങ്ങൾ സന്ദർശിച്ചു.
അതിനുശേഷം നേപ്പാളിലെ നാരായൺഗഡ് എന്ന സ്ഥലത്തെ യൂത്ത് ടീമുമായിട്ട് ഒരു ബാസ്ക്കറ്റ് ബോൾ മത്സരം വെച്ചു. അതിൽ രണ്ടുപേരും 41 സ്കോർ ചെയ്ത് സമനില പാലിച്ചു. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ക്ഷേത്ര സന്ദർശനത്തിലൂടെയും വീട് സന്ദർശനത്തിലൂടെയും സംവാദത്തിലൂടെയും അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലായ കല, സാഹിത്യം, അതുപോലെ തന്നെ ഇതുപോലുള്ള ബാസ്ക്കറ്റ് ബോളുള്ള ഗെയിംസിലൂടെയുമൊക്കെ ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നോർത്ത് ഇന്ത്യയിലും നേപ്പാളിലുമുള്ള ആൾക്കാരുമായിട്ട് സംസ്കാരമായിട്ട് മതമായിട്ട് ഇങ്ങനെ സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ വീക്ഷണങ്ങളെ രൂപപ്പെടുത്തുവാനും ഉണ്ടായിരുന്ന വീക്ഷണങ്ങളെ ഇച്ചിരൂടെ വിപുലീകരിക്കുവാനും സാധിച്ചു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും തുടർന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ വിശാല മനസ്കരായ മിഷണറിമാരെയും അതുപോലെ തന്നെ ദൈവപ്രഘോഷകരെയുമൊക്കെ സഭയ്ക്ക് കിട്ടുവാനും സ്നേഹത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള മിഷണറി പ്രവർത്തനങ്ങൾ ഇവിടെയെല്ലാം വ്യാപിക്കുവാനുമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി.